മത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇറ്റലിയിലെ വല്ലരിപ്പയിൽ നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന് പുനരുദ്ധാനത്തിൻ്റെ ചെറിയ കുടുംബ സഹോദരിമാർ എന്ന സന്യാസ സമൂഹത്തിൻ്റെ ആദ്യ മദർ സുപ്പീരിയറായ സിസ്റ്റർ മേരി മഗ്ദലിനെയാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സിസ്റ്ററിന് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇടുക്കി ജില്ലയിലെ കുമളിക്കടുത്ത് ആനവിലാസത്തിൽ നിന്നുമാണ് ഉത്ഥാനമലയിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. ദുർഘടമായ വഴികളിലൂടെ 5 കിലോമീറ്ററോളം സഞ്ചരിച്ച് നാം എത്തിച്ചേരുക ഉത്ഥാനാശ്രമത്തിലാണ്. സന്യാസികൾക്കും സന്യാസിനികൾക്കുമായി സ്ഥാപിക്കപ്പെട്ട 2 ആശ്രമങ്ങൾ. ദൈവത്തിൻ്റെ മഹത്വം സൃഷ്ടപ്രപഞ്ചത്തിലൂടെ വെളിവാക്കപ്പെടുന്ന ഈ ഉയർന്ന മലയിൽ ദൈവസ്തുതികൾ ഉയർത്തുന്ന ഉത്ഥാനത്തിൻ്റെ ചെറിയ കുടുംബ സഹോദരിമാർ. ഇറ്റലിയിലെ വല്ലരിപ്പയിൽ ആരംഭിച്ച ഈ സന്യാസിനി സമൂഹത്തിൽ നിന്നും ഇന്ത്യയിലെത്തി മലമുകളിൽ പ്രാർത്ഥനയ്ക്കായി ജീവിതം സമർപ്പിച്ച സന്യാസിനി സിസ്റ്റർ മേരി മഗ്ദലേന. ഇറ്റലിയിലെ വല്ലരിപ്പായിലും ജെറുസലേമിലും റോമിലും ലണ്ടനിലും പഠനവും പരിശീലനവും പൂർത്തിയാക്കി സിസ്റ്റർ മേരി മഗ്ദലേന എത്തിച്ചേരുന്നത് ഇന്ത്യയിലാണ്. വിവിധ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാരതത്തിൻ്റെ ആത്മീയ പൈതൃകം സ്വന്തമാക്കി ആശ്രമജീവിതത്തിലൂടെ ദൈവമഹത്വം ലക്ഷ്യമാക്കി യേശുവിനായി ജീവിതമർപ്പിച്ച് സ്വന്തം നാടിനെയും ബന്ധുജനങ്ങളെയും ഉപേക്ഷിച്ച് കേരളത്തിലെത്തി ഉത്ഥാനാശ്രമത്തിന് തുടക്കക്കാരിലൊരാളാകാൻ സിസ്റ്ററിന് കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു ജീവിതം നയിക്കാൻ നമുക്കും ഇത് പ്രേരകമാകും. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നുപോയ സിസ്റ്ററിന് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ച് ഒന്ന് വിവരിക്കാമോ? You have traveled all over the world and you had different experiences. But what was the first experience when you arrived in India? Well, it was a wonderful experience because I have to change all the way to live and the different culture, the different and very difficult but wonderful language of Malayalam. ഇവിടെ വന്നപ്പോൾ വളരെ വ്യത്യസ്തമായ ജീവിതശൈലികളായിരുന്നു, വ്യത്യസ്തമായ സംസ്കാരങ്ങളും അതുപോലെ ഏറ്റവും കഠിനമായ ഒരു ഭാഷയായി തോന്നി മലയാളം. But the simplicity of life and the numerous children met on the way who inspire joy, especially the sceneries so beautiful that elevated the soul to God, opened my heart and my mind to welcome this new different life. ഇവിടെ
ഇവിടെ എത്തിയപ്പോൾ ഈ ലളിതമായ ജീവിതശൈലികളും അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണർത്തുന്ന കുട്ടികളുടെ ദൃശ്യങ്ങളും ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളുമെല്ലാം എൻ്റെ മനസ്സിനെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി. Abba taught us to take the expression of the place where we are going to live. So he make us to teach, to learn first of all the language, even though till now I have not learned it. ഞങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലത്തെ സംസ്കാരങ്ങളുമായി ഇഴുകിച്ചേരാൻ ഞങ്ങളുടെ അബ്ബ ഞങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അവിടുത്തെ ഭാഷകളുമായി. എനിക്കിപ്പോഴും മലയാളം അത്ര ഇവിടുത്തെ ഭാഷയെ മലയാളം അത്ര വശമായിട്ടില്ലെങ്കിൽ പോലും. So, for example, for meals, we sit on the carpet and we eat with the right hand. Abba first of all gave the example. ഉദാഹരണത്തിന് നിലത്ത് പായിലിരിക്കുന്നതും അതുപോലെ വലതുകൈ വെച്ച് ഭക്ഷണം കഴിക്കുന്നതും അങ്ങനെയുള്ള പലതും. Then impressed me much the faith of the people. Once a Hindu woman came to visit us and asked a prayer to Abba for her child who was sick. അതുപോലെ ചുറ്റുമുള്ള ആളുകളുടെ വിശ്വാസവും എന്നെ ആകർഷിച്ചു. ഒരിക്കലൊരു ഹിന്ദു സ്ത്രീ അബ്ബയുടെ അടുക്കൽ ആ സ്ത്രീയുടെ കുഞ്ഞുമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. She had a little child who was not eating and doctor could do nothing. ആ സ്ത്രീയുടെ മകൻ കഴിക്കുന്നില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഡോക്ടേഴ്സിന് ഒന്നും തന്നെ ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. So she asked to ask for a prayer and Abba laid his hand on the head of the little one with a silent prayer. അപ്പോൾ ആ സ്ത്രീ അബ്ബയോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അബ്ബ ആ കുഞ്ഞിൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് നിശബ്ദമായി പ്രാർത്ഥിച്ചു. Then he asked me to bring some bread and he offered it to the child and at once the child ate the bread, a piece of bread. അതിനുശേഷം അബ്ബ എന്നോട് ഒരു കഷ്ണം ബ്രെഡിൻ്റെ കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനത് കുഞ്ഞിന് കൊടുത്തു. ആ നിമിഷം തന്നെ ആ കുഞ്ഞ് അത് ഭക്ഷിച്ചു. And this event moved us very much and strengthened our relationship also with the villagers. And I took a photo of the mummy and the child with Abba. ഈ സംഭവം എന്നെ വളരെയേറെ സ്പർശിച്ചു. അതുപോലെ ഈ നാട്ടുകാരുമായുള്ള ഞങ്ങളുടെ ബന്ധം ദൃഢമാക്കുന്നതിനും അത് സഹായിച്ചു. ഞാൻ ഈ മനോഹരമായ സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ഫോട്ടോയും എടുത്ത് സൂക്ഷിച്ചു. സിസ്റ്റർ, ഈ മഠത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? Can you explain about the beginning of this monastery? Abba came a first time in 1989 and around India to deep its culture. അബ്ബ ആദ്യമായി ഇവിടെ ഇന്ത്യയിലേക്ക് വന്ന 1989 അബ്ബ ഈ ഭാരത സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. Then came back in 1992 and spent 6 months here in Kerala. അതിനുശേഷം രണ്ടാമത് വീണ്ടും വന്നു 1992. അപ്പോൾ അബ്ബ 6 മാസത്തോളം ഇവിടെ ചെലവഴിച്ചു. Helped by Bishop Peter Turitikonan of Vijayapuram Diocese, he round several places to find out what the place God has chosen to settle our monastic life here. ദൈവം ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ആ സന്യാസ സമൂഹം കണ്ടുപിടിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ബിഷപ്പ് പീറ്റർ തുരുത്തിക്കോണത്തിൻ്റെ സഹായത്തോടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലും യാത്ര നടത്തി. One afternoon, he was accompanied to visit this mountain named Mountain of Satan ഒരു ദിവസം by people. ഉച്ച കഴിഞ്ഞ് ആളുകളോടുകൂടെ അബ്ബ ഇവിടെ വന്നു, ചെകുത്താൻ മല എന്നറിയപ്പെടുന്ന ഈ മലയിൽ. And so it was a program to go to visit the Mountain of Satan. And it was almost time setting, and they could see only very tall trees in a misty scenery. സൂര്യൻ അസ്തമിച്ചൊരു സമയമായിരുന്നു. അത് വളരെയധികം മൂടൽമഞ്ഞും ഉണ്ടായിരുന്നു. ഏതാനും ചില മരങ്ങളല്ലാതെ മറ്റൊന്നും ആ സമയത്ത് കാണാൻ കഴിയുകയില്ലായിരുന്നു. But the place is rich in sources of water. പക്ഷേ ഇവിടെ ഒരുപാട് ജലസ്രോതസ്സുള്ള സ്ഥലമാണെന്ന് അബ്ബയ്ക്ക് മനസ്സിലായി. When Abba went back to a bungalow where to spend the night, he could not sleep thinking to this mountain. ഈ മലയെക്കുറിച്ചുള്ള ഓർമ്മ മൂലം അദ്ദേഹത്തിന് ബംഗ്ലാവിലേക്ക് തിരിച്ചുപോയെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ രാത്രിയിൽ. It was almost dawning when he realized that the Lord was asking him to settle the monastic life for our family here in Uttamala. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഒരു സന്യാസ സമൂഹം കെട്ടിപ്പടുക്കാൻ
ഈ മലയിൽ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞപ്പോഴേക്കും നേരം പുലർന്നു കഴിഞ്ഞിരുന്നു. So he said to the Lord, Lord, if it is your will may be done. And suddenly he found peace in the heart and he slept. അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ഇത് അങ്ങയുടെ ഹിതമാണെങ്കിൽ ഇവിടെ ഒരു ആശ്രമം ഉയരുമെന്ന്. അതിനുശേഷം പ്രഭാതത്തിൽ അദ്ദേഹം നന്നായി ഉറങ്ങി സമാധാനത്തോടെ. Then the first thing that he has done is to change the name of this mountain from Setamala to Uttamala, mountain of the resurrection. അതിനുശേഷം അദ്ദേഹം ആദ്യം ചെയ്ത കാര്യം ഈ മലയുടെ പേര് മാറ്റുക എന്നതായിരുന്നു. ചെകുത്താൻ്റെ മല എന്ന പേര് മാറ്റി അദ്ദേഹം അതിനെ ഉദ്ദാനമല എന്നാക്കി. ഭാരതീയ ദർശനത്തിൽ ആശ്രമ ജീവിതത്തിൻ്റെ ശൈലി സ്വീകരിച്ച് പ്രാർത്ഥനയ്ക്കായി ജീവിതം മാറ്റിവെച്ചപ്പോൾ ലോകം മുഴുവനെയും ഒന്നായി കാണാനുള്ള ഒരു വിശാല ഹൃദയം രൂപപ്പെടുകയാണിവിടെ. ദൈവസ്തുതികൾ ഉയർത്തിയും സങ്കീർത്തനങ്ങൾ ആലപിച്ചും ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ സാന്നിധ്യം കൊണ്ട് ഇവിടം നിറയപ്പെടുന്നു. സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ദൈവത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരനുഭവമാണ് ഇവിടെ ഇവർ അനുഭവിക്കുന്നത്. ഇവിടെ കടന്നു വരുന്നവർക്കും ഇത് അനുഭവവേദ്യമാണ്. ഹൃദയം നുറുങ്ങിയവരുടെ വേദനകൾ പ്രാർത്ഥനകളായി ദൈവത്തിങ്കിലേക്ക് ഉയർത്തുമ്പോൾ സ്വർഗീയാനുഭവത്തിൻ്റെ മുൻ ആസ്വാദനം ഇവിടെ സാധ്യമാകും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധരുടെ കൂട്ടായ്മയുടെ പ്രതീകമായി തിരുശേഷിപ്പുകളെ വണങ്ങിയും ലോകത്തിൻ്റെ പ്രകാശമായ യേശുവിൻ്റെ പ്രതീകമായി വെളിച്ചത്തെ തൊട്ടും സർവസമർപ്പണത്തിൻ്റെയും അടയാളമായി കുരിശിൽ സർവ്വതും അർപ്പിച്ചും സിസ്റ്റർ മേരി മഗ്ദലേനയും സമൂഹവും കടന്നുപോകുന്നു. ഒരു ദിവസത്തിൻ്റെ മുഴുവൻ അധ്വാനവും ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുന്നിടത്താണ് യേശു നൽകുന്ന സമാധാനത്തിൻ്റെ ഫലങ്ങൾ കാണാൻ കഴിയുക എന്ന സത്യം ഇവരുടെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതാണ്. പ്രാർത്ഥനയോടൊപ്പം ശുശ്രൂഷയും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? Since you said that we are giving more importance to prayer, so is it not better to have also other social activities? Of course, according the calling of each charism. Anyway, any ministry should be pursued by prayer because we are poor and limited creatures, and only God can empower us to do good in the life through prayer. ഓരോ വിളിയും ദൈവത്തിൻ്റെ ദാനം വ്യത്യസ്തമാണ്. എങ്കിലും പ്രാർത്ഥനയിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സേവിക്കാനും സഹായിക്കാനുമുള്ള ശക്തി നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയുള്ളൂ.
Ecco, the ashram, our Abba says that is the hospital for souls. ഞങ്ങളുടെ അബ്ബ പറഞ്ഞിട്ടുണ്ട് ആശ്രമം എന്ന് വെച്ചാൽ ആത്മാക്കളെ ചികിത്സിക്കുന്ന ആതുരാലയമാണെന്ന്. People come to visit us to spend days of retreat, to find rest in the Lord, thirsty for Him. ആളുകൾ ദൈവത്തിന് വേണ്ടിയുള്ള തീവ്രമായ ദാഹത്താൽ ഇവിടെ ഞങ്ങളോടൊപ്പം ധ്യാനിക്കാനായി വന്ന് താമസിക്കാറുണ്ട്. Also, several persons, especially young ones, with some addictive problem, are climbing the mountain, finding peace through God's word. പലതരം അടിമത്തത്തിൽ അകപ്പെട്ടു പോയ ഒരുപാട് യുവാക്കൾ ഈ മലകയറി വരാറുണ്ട്, ദൈവവചനത്തിൽ അവരുടെ ആ സമാധാനം കണ്ടെത്തുന്നതിനായിട്ട്. Through the spiritual guidance and the reading, the pondering on God's word and the divine mysteries, one creature can be renewed. ആത്മീയമായി മറ്റുള്ളവർ നമ്മളെ നയിക്കുന്നത് വഴിയും ദൈവവചനത്തിലൂടെയും കുദാശകളിലൂടെയും ഓരോ സൃഷ്ടിയെയും രൂപാന്തരപ്പെടുത്താൻ നമുക്ക് സാധിക്കും. So we offer the living water of the Holy Spirit through Jesus Christ. പരിശുദ്ധാത്മാവിൻ്റെ അജീവജലം യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾ അവർക്ക് നൽകുന്നു. പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ വ്യാപരിക്കുമ്പോൾ വിശുദ്ധർക്കുണ്ടായിട്ടുള്ള പോലെ മിസ്റ്റിക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈശോയോട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? Do you have any mystic experience during prayer, like to directly speaking to Jesus or likewise? No, I have never searched for these spiritual experiences ഇത്തരം ആത്മീയ അനുഭവങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരിക്കലും അന്വേഷിച്ചിറങ്ങിയിട്ടില്ല. because our gifts of God granted to great saints who are well trained in suffering and hardship. വളരെയധികം ക്ലേശങ്ങളിലും സഹനങ്ങളിലും ദീർഘനാൾ ചിലവഴിച്ച, അതിൽ പരിശീലനം ലഭിച്ച വലിയ വിശുദ്ധർക്ക് കിട്ടുന്ന ദൈവിക ദാനങ്ങളാണ് ഇത്തരം അനുഭവങ്ങൾ. But I can tell by experience that if one pleases God and on doing God's will, എന്നാൽ എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും, ഒരാൾ ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുകയും ചെയ്യുന്നെങ്കിൽ the Holy Trinity enter our hearts, dwell in us, നമ്മുടെ ഉള്ളിൽ ആ പരിശുദ്ധ ത്രിത്വം വന്ന് വസിക്കും. and the Holy Spirit will make us to experience the sweetest kisses and embraces. ഈശോയുടെ മാധുര്യമേറിയ ചുംബനങ്ങളും ആലിംഗനങ്ങളും അനുഭവവേദ്യമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കും. Christ the Lord is the bridegroom. കർത്താവാണ് നമ്മുടെ യഥാർത്ഥ മണവാളൻ. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ ദൈവപരിപാലനയിൽ മാത്രമാണല്ലോ നമ്മുടെ ആശ്രയം. Since we have no other income, are we only trusting in God's providence? We try to live with our work, our duties, as Jesus in Nazareth was a carpenter. നസ്രത്തിൽ ഈശോ ആശാരിവേല ചെയ്തതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ജോലികൾ കൊണ്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നു. For that, we keep the goats and some domestical animal for our need. ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആടുകളെയും കോഴികളെയും ഒക്കെ ഞങ്ങൾ വളർത്തുന്നു. Need of milk and eggs because we are vegetarian. ഞങ്ങൾ സസ്യാഹാരങ്ങൾ മാത്രം കഴിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പാലിനും അതുപോലെ മുട്ടയ്ക്കും വേണ്ടി അവയെ വളർത്തുന്നു. We stitch the vestments of priests. ഞങ്ങൾ പുരോഹിതന്മാരുടെ വസ്ത്രങ്ങൾ തുന്നിയെടുക്കുന്നു. And publish books that are translation from the church fathers from Greek into Malayalam. സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങൾ മൂലഭാഷയായ ഗ്രീക്കിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യുന്നു. Also we make some prayer rope for Jesus' prayer, Lord Jesus Christ, have mercy on us. കർത്താവായ യേശു ക്രിസ്തുവേ പാപിയെ എന്നിൽ കനിയണമേ എന്ന പ്രാർത്ഥന ഉരുവിടുന്ന ജപമാല പോലത്തെ ഒരു കോമ്പസ്കിനി എന്നു പേരുള്ള ഒരു ജപമാല ഞങ്ങൾ നിർമ്മിക്കുന്നു. Anyway, all these works are not sufficient to lead our life.
എന്തൊക്കെയായാലും ഈ വരുമാന മാർഗങ്ങൾ ഞങ്ങളുടെ ആവശ്യത്തിന് തികയുകയില്ല. ഇതാണ് കോമ്പുസ്കീനി. ഇത് സന്യാസികളുടെ സുഹൃത ജപമാലയാണ്. ഇതിൻ്റെ ഓരോ നോട്ടും കർത്താവായ യേശു ക്രിസ്തുവെ പാപിയായ എന്നിൽ കനിയണമേ എന്നുള്ള പ്രാർത്ഥനയ്ക്കായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഓരോ നോട്ടും 9 കുരിശുകളോട് കൂടിയതാണ്. കാരണം കുരിശാണ് നമ്മുടെ ശത്രുവായ പിശാചിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നത്. കർത്താവായ യേശു ക്രിസ്തുവെ പാപിയായ എന്നിൽ കനിയണമേ എന്ന പ്രാർത്ഥന തൻ്റെ ഹൃദയത്തിൽ ഉരുവിടുന്നത് വഴി ഒരു വ്യക്തിക്ക് മാനസാന്തരവും ആത്മീയ സംതൃപ്തിയും പൈശാചികമായ ശക്തിയിൽ നിന്നുള്ള മോചനവും ലഭിക്കുന്നു. ഈ കോമ്പുസ്കീനിക്ക് തൊങ്ങൽ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ പ്രാർത്ഥന ഉരുവിടുന്നത് വഴി ഒരു വ്യക്തിക്ക് വിലാപത്തിൽ നിന്നുള്ള കണ്ണുനീരുണ്ടാകുന്നു. അത് തുടയ്ക്കുന്നതിന് ആയിട്ടാണിത്. അടുത്തത്, ഈ കോമ്പുസ്കീനി ഉണ്ടാക്കാനുമായിട്ട് ഉപയോഗിക്കുന്നത് കമ്പിളി നൂലാണ്. കാരണം കമ്പിളി നൂല് ആട്ടിൻ രോമമാണ്. ആട്ടിൻ രോമം എടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കുഞ്ഞാടായി മരിച്ചു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. ഈ കോമ്പുസ്കീനിയുടെ ചരിത്രം എന്നത് വിശുദ്ധ പക്കോമിയൂസ് തൻ്റെ സന്യാസ ജീവിതത്തിൽ അനുദിന ജീവിതത്തിൽ അദ്ദേഹം എത്ര പ്രാവശ്യം കർത്താവായ യേശു ക്രിസ്തുവെ എന്ന പ്രാർത്ഥന ഉരുവിട്ടു എന്നറിയുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു നൂലെടുത്ത് അതിൽ ഓരോ ദിവസവും കെട്ടിട്ട് വെക്കുമായിരുന്നു. എന്നാൽ പിശാച് രാത്രിയിൽ വന്ന് ഈ നോട്ടുകൾ അഴിച്ചു വയ്ക്കുകയും അദ്ദേഹത്തിന് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കാതെയും വന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹം വീണ്ടും നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാലാഖ ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഇദ്ദേഹത്തെ ഈ 9 കുരിശ് കൊണ്ട് ഒരു നോട്ടുണ്ടാക്കാൻ ഉള്ള സഹായം നൽകി. അങ്ങനെയാണ് ഇദ്ദേഹം ഈ കോമ്പുസ്കീനി ഉണ്ടാക്കി പൂർത്തീകരിച്ചത്. ഇത് ഞങ്ങൾ സന്യാസിനികൾ അനുദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയും അതോടൊപ്പം ഇത് ആർക്കെല്ലാം ആവശ്യപ്പെടുന്നുവോ അവർക്കെല്ലാം ഞങ്ങൾ നൽകുകയും ചെയ്യുന്നു. കോമ്പസ്കീനി ഉപയോഗിച്ച് കർത്താവിൻ്റെ കരുണയ്ക്കായി ലോകം മുഴുവനെയും സമർപ്പിച്ചുകൊണ്ടാണ് ഇവരുടെ യാത്ര. മലയിറങ്ങി വിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും ഇവരുടെ അധരങ്ങളിൽ നിന്നും കർത്താവായ ക്രിസ്തുവേ പാപിയായ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്നും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ എന്നുമുള്ള പ്രാർത്ഥന ഉയരുന്നുണ്ടാകും. കോമ്പസ്കീനി ഉപയോഗിച്ചുള്ള പ്രാർത്ഥന തിന്മയുടെ ശക്തിയെ ജയിക്കാനുള്ള പ്രാർത്ഥനയായി മാറുകയാണിവിടെ. ലോകമോഹങ്ങളെ എതിർത്ത് തോൽപ്പിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആവശ്യകത ഇവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ സന്യാസാശ്രമത്തിലുള്ള എല്ലാ ജോലികളും ഇവർ ഒന്നുചേർന്ന് നിർവഹിക്കുന്നു. മറ്റു ജോലിക്കാരുടെ സഹായമില്ലാതെ ഭക്ഷണം സ്വയം പാകം ചെയ്യാൻ ഇവർ ശ്രദ്ധിക്കുന്നു. പ്രാർത്ഥനാപൂർവമായി നിർവഹിക്കപ്പെടുന്ന ഇത്തരം ജോലികളിലൂടെ സന്യാസ ജീവിതത്തിൻ്റെ കൂട്ടായ്മയുടെ സ്നേഹം ഇവർ അനുഭവിക്കുകയാണ്. സ്വയം അധ്വാനിച്ച് ജീവിക്കാനുള്ള ഇവരുടെ ആഗ്രഹം ആട് ഫാമിൻ്റെയും
പച്ചക്കറി തോട്ടങ്ങളുടെയും തുടക്കത്തിന് കാരണമായി. അധ്വാനവും പ്രാർത്ഥനയും സന്യാസ ജീവിത വിശുദ്ധീകരണത്തിന് ഏറെ ആവശ്യമാണെന്ന് ഇവരുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്കായി പങ്കുവച്ച സിസ്റ്ററിനും ഇത് പ്രേക്ഷകർക്കായി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബ്രദർ ഇമ്മാനുവേലിനും നന്ദി. അടുത്തയാഴ്ചയിൽ കൂടുതൽ ദൈവാനുഭവങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം.